ഹലോ അസ്സലാമലൈക്കും. ഡെസേർട്സ് ഫാക്ടറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയ ഒരു പരിപാടിയാണ് കേട്ടത്. പൊന്നാര മക്കളെ, മോളാണെന്നുണ്ടെങ്കിൽ സുഡിയോ എന്ന് പറഞ്ഞിട്ട് സുഡിയോയിൽ പോയി. എന്താ പറയുക, വെറുതെ പോയി എന്ന് പറഞ്ഞാൽ പോലും ഒരു ജാതി ഡ്രസ്സ് ഒരു സെലക്ഷനും ഇല്ല. പിന്നെ എന്ന് പറയുമ്പോൾ ഈ കോസ്മെറ്റിക് ഐറ്റംസൊക്കെ കുറച്ച് നല്ല സാധനങ്ങളും റേറ്റ് കുറവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിച്ച് 199, 119, 150 എന്നൊക്കെ ഓഫറൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് പറ്റിയൊരു സാധനമില്ല, വെറുതെ വേസ്റ്റ്. കണ്ട കോസ്മെറ്റിക് ഏരിയയാണ് അത്, അവിടെ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഷെയ്ഡ്സ് ലിപ്സ്റ്റിക്ക്, പിന്നെ ഷീറ്റ് മാസ്ക്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് വാങ്ങിക്കാൻ വേണ്ടി സ്റ്റുഡിയോ പോയ പോലായി. പിന്നെ മോന് കുറച്ച് ടീഷർട്ട്സൊക്കെ എടുത്ത്, മോൾക്കൊന്നും പറ്റിയില്ല, വളരെ അലമ്പായി പോയത്. അപ്പോൾ കണ്ടില്ലേ, എനിക്ക് തീരെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ലക്ക് ഇതാവും, ബാഡ് ലക്കാണ്. അങ്ങനെ ഇതേ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നമുക്കൊന്ന് റിലയൻസിൽ കയറി വെക്കാമെന്ന് പറഞ്ഞു. പക്ഷെ മാഷാഅല്ലാ, ഏതെടുക്കേണ്ടതെന്ന് അറിയണില്ല, അത്രയും ട്രെൻഡിങ് കളക്ഷൻസ്. ശരിക്കും പറഞ്ഞാലേ നമുക്കൊരു 9 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ആഗ്രഹിച്ച പോലത്തത് മനസ്സിന് കിട്ടില്ല, മനസ്സിന് പിടിച്ചതാണ്, ആ കളർ ഉണ്ടാവില്ല. പക്ഷേ റിലയൻസ് ട്രെൻഡ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല കേട്ടോ. കാരണം ഇപ്രാവശ്യം പോയപ്പോൾ പെരുന്നാളൊക്കെ ആയത് കാരണം അവർക്കും ഒരു അടിപൊളി കീറിയ പാൻറ്റും കീറാത്ത പാൻറ്റും ബാഗി പാൻറ്റ്, ബാഗ് അല്ലാത്ത പാൻറ്റ്, എന്താ പറയുക, ട്രെൻഡി അടിപൊളി ടോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൺകുട്ടികൾക്കും നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവനെ അവിടെ നിന്ന് എടുത്തത് കാരണം വല്ലാണ്ട് നോക്കിയില്ല. എന്നാലും ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ 1-2 ടീഷർട്ട്സും ബനിയനൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. മോൾക്ക് മാഷാഅല്ലാ നല്ല സൂപ്പർ. കണ്ട, ഇതൊക്കെ കിഡ്സിൻ്റെ സെക്ഷനാണ്. നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല അടിപൊളി സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല അടിപൊളി ബാഗ്സ് ഉണ്ട്, പിന്നെ ഇതാ വാച്ചസ് ഉണ്ട്. വാച്ചൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയുള്ളൂ. പിന്നെ ലേഡീസിൻ്റെ കുർത്തീസൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞാൻ നോക്കിയില്ല, കാരണം എനിക്ക് അങ്ങനത്തെ ഡെയിലി വെയർ കുർത്തി ഇവിടുന്നൊന്നും എടുത്താൽ എനിക്ക് ഇഷ്ടാവില്ല. നമുക്ക് ഇപ്രാവശ്യം ഞാൻ അജ്രക്ക് നോക്കിയിട്ടാണ് നടക്കുന്നത്. ഡെയിലി വെയർ ആയിട്ട് നമുക്ക് വീട്ടിൽ ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ. അപ്പോൾ ഞാൻ അത് നോക്കിയിട്ട് ഞാൻ വേറെ സ്ഥലത്ത് കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ കുട്ടികളുടെ പർച്ചേസിങ്ങും പിന്നെ നമ്മുടെ കമ്പനിയിലെ നമ്മുടെ കുട്ടികളുണ്ട്, അവർക്കൊക്കെ ഉള്ള പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇക്കതാ ബില്ലാക്കുകയാണ്. ബില്ലായപ്പോൾ വണ്ടറടിച്ച് ഭയങ്കര സർപ്രൈസിങ്. നമുക്കൊരു ഫാനൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫാനൊക്കെ അത് തങ്ങി പിടിച്ച് വണ്ടിയിൽ കയറ്റി നമ്മളിതനി നേരെ പോവുകയാണ്. അപ്പോൾ ഇന്നെ പോലെ നമ്മൾ തൃശ്ശൂരോ അവിടെയൊക്കെ പോയിട്ട് ഡ്രസ്സ് എടുത്തിട്ട് വീടിൻ്റെ അടുത്തുള്ള കടയ്ക്ക് രാത്രി പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ അഞ്ഞൂരുള്ള D4 ഡ്രസ്സസ് അവിടെ പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ഡെയിലി വെയർ കുർത്തീസ് ഞാനെടുത്ത് ഇതാണത്. അജ്രക്കിൽ തന്നെ 2 എടുത്ത് അതിലേക്കൊരു ഗ്രീന് മാച്ചായിട്ട് ഒരു പാൻറ്റും എടുത്തിട്ടുണ്ട്. രണ്ടിൽക്കും ഇടാൻ പറ്റിയൊരു യെല്ലോ ഷെയ്ഡായിട്ടുള്ളൊരു ഷോളും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ ബില്ലാക്കിയിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ കണ്ണാടിയൊക്കെ കണ്ടാൽ പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ നിൽക്കില്ലല്ലോ. അപ്പം ഇതിൻ്റെ പോലെ ഇങ്ങനെ ഉള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും പെരുന്നാൾ ഡ്രസ്സൊക്കെ കിട്ടിയില്ല, എല്ലാവർക്കും സന്തോഷമായില്ലേ? അപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ പറയാം. ബൈ ഫ്രം തസ്നീം നൗഫൽ.